സംഘത്തിന് അശേഷം മടിയില്ല കേട്ടോ. ലീഗിന്റെ മന്ത്രിമാരടക്കമുണ്ടായിരുന്ന ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ അത് കടന്നു പോകുന്ന സമയത്ത് ഓരോ ജില്ലയിലെയും പ്രത്യേകം നിങ്ങൾക്ക് അനുകൂലമായ സമീപനം സ്വീകരിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ തൊട്ടടുത്ത തൃശ്ശൂരിലെ സാംസ്കാരികമായ ജില്ലയാണ്. ആ സാംസ്കാരിക ജില്ലയില് അവിടുത്തെ സാംസ്കാരിക നേതാക്കളുമായി സംസാരിച്ചു. കണ്ണൂരിലെത്തുന്ന സമയത്ത് അവിടുത്തെ സഹകരണ മേഖലയിലെ ജനങ്ങളുമായി സഹകരിച്ചു. ഇവിടേക്ക് കോഴിക്കോട്ടേക്ക് വരുമ്പോ വ്യാപാരികളെയും വിളിച്ചു വരുത്തിയിട്ട് സഖാവ് പിണറായി വിജയൻ 2016 പറഞ്ഞത് LDF കൊണ്ടുപോകില്ല. ഈ കേരളത്തില് ഒരു ഇഞ്ച് മുന്നോട്ട് പോകണമെങ്കിൽ പ്രവാസികളെ കൊണ്ട് ഒപ്പം നിർത്താം, അല്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല എന്ന് ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോ ആദ്യത്തെ ബജറ്റിനകത്ത് അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി സഖാവ് തോമസ് ഐസക് പ്രഖ്യാപിച്ചതിന് വേണ്ടിയിട്ട് ചരിത്രത്തിൽ ആദ്യമായി നീക്കിവെക്കുക മാത്രമല്ല 2008 VS അച്യുതാനന്ദൻ കൊണ്ടുവന്ന 500 രൂപ പെൻഷൻ ഉണ്ടല്ലോ, അന്നതിനെ കളിയാക്കിയവരുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് ഗവൺമെന്റ് പറഞ്ഞു, ഞങ്ങൾ അധികാരം ഒഴിയുന്നതിന് മുമ്പ് ഇത് 5000 ആക്കി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ ഈ കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഓർമ്മകൾക്കും ചികഞ്ഞെടുക്കാൻ കഴിയാത്ത ഒരു മഹാപ്രളയം ഈ കേരളത്തെ ആകെ മുക്കിക്കൊല്ലുന്നതിന് വേണ്ടി കടന്നു വരുന്ന സമയത്ത് എല്ലാം മറന്ന് ഈ കേരളത്തിലെ 1.5 കോടി മനുഷ്യരെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാടുമായി ആ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോ അന്നത്തെ ആ പ്രഖ്യാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ 5000 ആക്കാൻ കഴിയില്ല. പക്ഷേ പിന്നീട് വന്ന രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ പ്രഥമ ബജറ്റിലും അന്നത്തെ ഇപ്പൊ നിലവിലുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലൻ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ആദ്യം പ്രഖ്യാപിക്കുന്നത് പ്രവാസികൾക്ക് വേണ്ടിയാണ്. പെൻഷൻ ഉണ്ടല്ലോ പ്രവാസികളുടെ, അതിതാ തിരിച്ചു വന്ന പ്രവാസിക്ക് 3000, വിദേശത്ത് നിന്ന് അംശാദായം അടക്കുന്ന പ്രവാസിക്ക് 3500 രൂപയുമായി ഞങ്ങൾ ഇതാ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഭരണം തുടരുന്ന കാലത്തോളം ഘട്ടം ഘട്ടമായിട്ട് ഈ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും ഇടതുപക്ഷം എന്ന് പറഞ്ഞു. ഇപ്പൊ ഇതാ 1600 രൂപയുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഇതാ ഈ കാലയളവിനുള്ളിൽ 2000 ആക്കി ഉയർത്താൻ വേണ്ടി പോവുകയാണ്. 73000 ആളുകള് ഒരു മാസം പെൻഷൻ വാങ്ങുന്നുണ്ട്. പ്രവാസികള് 29 കോടി രൂപയാണ് വാങ്ങുന്നത്. ആ പെൻഷനും വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാടുമായി കേരളത്തിലെ ഗവൺമെന്റ് 3.5 കോടി പ്രവാസികളെ 3.5 കോടി മനുഷ്യരിലെ 35 ലക്ഷത്തിലധികം വരുന്ന പ്രവാസികളെ ഒപ്പം നിർത്തുന്ന സമയത്ത് 1 രൂപ തരാതെ ഈ പ്രവാസികളെ വഞ്ചിക്കുന്ന നിലപാടുമായിട്ട് യൂണിയൻ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ആ യൂണിയൻ ഗവൺമെന്റിനെതിരെ നടത്തുന്ന ഈ രാപ്പകൽ സമരത്തിന് ഈ നാട്ടിലെ മുഴുവൻ പ്രവാസികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഒരൊറ്റ കമ്പില് നമ്മുടെ മുഴുവൻ കൊടികളും കെട്ടിയിട്ട് നമുക്ക് പോകണം ഡൽഹിയിലേക്ക്, നമ്മുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങണം. അതിന് ഞങ്ങൾ ഇവിടുത്തെ പ്രവാസി ലീഗിനെ സ്വാഗതം ചെയ്യുകയാണ്. പ്രവാസി കോൺഗ്രസ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രവാസികളുമായി ബന്ധപ്പെട്ട് ആരൊക്കെയുണ്ടോ അവരെയെല്ലാം കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ കേരള പ്രവാസി സംഘം മുഴുവൻ പ്രവാസിയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമര സംഘടനയാണ്. അതുകൊണ്ട് നമുക്കൊരുമിച്ച് നിൽക്കണം. ഈ നാടിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി RSSന്റെ ഭരണകൂടം വല്ലാത്ത പ്രവർത്തനം നടത്തുന്ന കാലത്ത്, തിട്ടൂരം പുറപ്പെടുവിക്കുന്ന കാലത്ത് നാം ഒരുമിച്ച് നിന്നില്ല എങ്കിൽ ഈ സായന്തനത്തിൽ ഒരുമിച്ചിരിക്കുന്നത് അധികകാലം ഇല്ലാതാകുന്ന ഒരു അവസ്ഥ ഒന്നുകൂടായികയില്ല. അങ്ങനെ വന്നു പോയാൽ നമുക്ക് വലിയ പ്രയാസമുണ്ടാകുമെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം. പ്രവാസികൾക്ക് വേണ്ടി ഒരാനുകൂല്യവും ഭരണം ഉള്ള കാലത്ത് ചെയ്യാത്തവര് ഇപ്പോ ഈ പെൻഷനെങ്കിലും നിങ്ങളത് വർദ്ധിപ്പിക്കോ എന്നുള്ള ചോദിക്കുന്നത്. 1 രൂപ ഒരു കൊതുക് കടിയുടെ വേദന ഈ 3500 രൂപ പ്രവാസികൾക്ക് പെൻഷൻ കൊടുക്കുന്നതിന് പ്രവാസി ലീഗിനോ KMCCക്കോ ഉണ്ടായിട്ടില്ല. പക്ഷേ അവര് ഈ ഗവൺമെന്റിനെ വിമർശിക്കുന്നതിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ അത് 5000 ആക്കി തരുമെന്നാണ് ചോദിക്കുന്നത്. പിണറായി വിജയൻ ആക്കി തരണ്ട, അപ്പുറത്തുണ്ടല്ലോ വലിയ മുത്തപ്പൻ. ആ മുത്തപ്പന്റെ അടുത്ത് പോയിട്ട് നമുക്ക് കൈയിട്ട് വാരണം. നമ്മുടെ അവകാശമാണ് 50,000 കോടി രൂപ എമിഗ്രേഷൻ ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് എന്റെയും നിങ്ങളുടെയും കൈവശം വാങ്ങിയിട്ടുള്ള പണമുണ്ട് അവിടെ. അതിങ്ങനെ പെറ്റ്
ഇപ്പൊ 50,000 കോടി രൂപയായി നിൽക്കുകയാണ്. ഒരുപാട് ദുരിതങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ പ്രവാസി കടന്നു വരുമ്പോ അധ്യാപകരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ട തുക ഇപ്പോഴും അവിടെ ചതലരിച്ച് കിടക്കുമ്പോ അതിൽ നിന്നൊരു രൂപ കൊടുക്കാതെ എങ്ങനെ പ്രവാസിയെ വീണ്ടും വീണ്ടും ദ്രോഹിക്കാൻ വേണ്ടി കഴിയുമെന്ന് ആലോചിക്കുന്ന യൂണിയൻ ഗവൺമെന്റിനെതിരെ, നെറികെട്ട പ്രധാനമന്ത്രിക്കെതിരെ, സംഘപരിവാരത്തിനെതിരെ ഒന്നിച്ചൊച്ചയുണ്ടാക്കാൻ ഈ നാട്ടിലെ മുഴുവൻ പ്രവാസികളും കടന്നു വരണമെന്നാണ് പ്രവാസി സംഘം ആവശ്യപ്പെടുന്നത്. ഈ 7-ാം തീയതി നടക്കുന്ന ഈ ഉജ്ജ്വലമായ സമരത്തിൽ പ്രവാസി സംഘത്തിന്റെ 23 വർഷക്കാലത്തെ ആദ്യത്തെ അനുഭവമാണ് രാപ്പകൽ സമരം. ഈ രാപ്പകൽ സമരം ഈ കേരളത്തിന്റെ, മലപ്പുറത്തിന്റെ, പൊന്നാനിയുടെ ചരിത്രം രചിക്കുന്ന സമയത്ത് ഇങ്ങനെ 2025 ഒക്ടോബർ 7-ാം തീയതി ഈ മലപ്പുറത്തിന്റെ മണ്ണില് ഒരു രാപ്പകൽ സമരം ഉണ്ടായിരുന്നു. അത് നടത്തിയത് പ്രവാസി സംഘമാണ് എന്ന് മലപ്പുറത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് ഈ സമരത്തെ, യൂണിയൻ ഗവൺമെന്റിനെതിരെയുള്ള സമരത്തെ മാറ്റണം. അതിനുവേണ്ടി നാട്ടിലെ മുഴുവൻ ആളുകളെയും 7-ാം തീയതി രാവിലെ മലപ്പുറത്തേക്ക് ആർദ്രവപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് പ്രവാസി സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെയും ഈ ജാഥയുടെ ഒരു മെമ്പർ എന്ന നിലയിലും എല്ലാ തരത്തിലെ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.